റെഡ് കാർഡ് ഫോർ ഇസ്രായേൽ. ഓസ്ലോ നഗരത്തിന്റെ തെരുവുകൾ ഇന്നലെ പാലസ്തീനിയൻ പതാകകൾ കൊണ്ട് നിറഞ്ഞു. ഇസ്രായേൽ ടീം അംഗങ്ങൾ ഓസ്ലോയിൽ വിമാനമിറങ്ങും മുമ്പ് തന്നെ വംശഹത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ആ തെരുവുകളിൽ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ അതീവ സുരക്ഷയിലായിരുന്നു നഗരം. മത്സരം നടക്കുന്ന ഉല്ലേവൽ സ്റ്റേഡിയത്തിന്റെ ആകാശത്ത് ഒരു നോ ഫ്ലൈ സോൺ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ ഭരണകൂടത്തിന്റെ അറിയിപ്പുണ്ടായി. 1994 വിന്റർ ഒളിമ്പിക്സിന് ശേഷം നോർവേയിൽ ഇത്ര സുരക്ഷയിൽ ഒരു സ്പോർട്ട് ഇവന്റ് അരങ്ങേറിയിട്ടില്ല. കിക്ക് ഓഫ് വിസിലിന് എത്രയോ മുമ്പ് തന്നെ നോർവീജിയൻ ആരാധകർ ഗാലറിയിൽ നിറഞ്ഞു. സ്റ്റോപ്പ് ജനോസൈഡ്, ഫ്രീ പാലസ്തീൻ എന്നിങ്ങനെ എഴുതിയ ബാനറുകൾ ഗാലറിയിൽ തൂങ്ങിക്കിടപ്പുണ്ട്. സ്റ്റേഡിയത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കാൻ എത്തിയവരും ഉണ്ടായിരുന്നു. ലെറ്റ് ദ ബോൾ ടോക്ക് എന്നെഴുതിയ ഒരു ബാനർ കുറെ ഇസ്രായേൽ പതാകകൾക്കിടയിൽ ഉയർന്നു. ഒടുവിൽ ഏർലിംഗ് ഹാലൻഡിന്റെ ബൂട്ടും ആ പന്തും ഒരുമിച്ച് ശബ്ദിച്ചു. ഉല്ലേവൽ സ്റ്റേഡിയം ഇസ്രായേലിന്റെ ശവപ്പറമ്പായി. ഇസ്രായേലിനെതിരായ മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന നോർവേയുടെ പ്രഖ്യാപനത്തോടെ ദിവസങ്ങൾക്ക് മുമ്പേ ഈ മത്സരം ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് ആയിരുന്നു. മത്സരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കാൻ ഫിഫയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഖത്തർ ലോകകപ്പിൽ നിന്ന് രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് റഷ്യയെ വിലക്കിയ ഫിഫയ്ക്ക് ഇസ്രായേലിനെ വിലക്കാൻ എന്താണ് തടസ്സം എന്ന ചോദ്യം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഏതായാലും ഫിഫ വിലക്കിയാലും ഇല്ലെങ്കിലും ഇസ്രായേൽ അടുത്ത ലോകകപ്പ് കളിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. 2 ഔൺ ഗോളുകൾ, ഹാലൻഡിന്റെ ഹാട്രിക്. ഉല്ലേവൽ സ്റ്റേഡിയത്തിൽ ഇസ്രായേലിന്റെ കഥ കഴിഞ്ഞത് ഇങ്ങനെ. കളി തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 തവണ വലകുലുക്കുമായിരുന്നു നോർവേ. ഹാലൻഡിന്റെ ഗോളെന്നുറപ്പിച്ച 3 ശ്രമങ്ങളാണ് ഡാനിയൽ പേർട്ടേഴ്സ് തടഞ്ഞിട്ടത്. 2-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ നിന്ന് ഹാലൻഡ് തൊടുത്ത ഇടംകാലൻ വെടികൊണ്ട പേർട്ടേഴ്സ് ഏറെ പണിപ്പെട്ട് തട്ടിയകറ്റി. 4-ാം മിനിറ്റിൽ നോർവേക്ക് അനുകൂലമായി പെനാൽറ്റി. കിക്കെടുക്കാൻ ഹാലൻഡ് പെനാൽറ്റി സ്പോട്ടിൽ ഒരുങ്ങി നിന്നു. ഹാലൻഡിന്റെ കിക്കിനെ ഇടതുവശത്തേക്ക് ചാടി പേർട്ടേഴ്സ് തടഞ്ഞിരുന്നു. വാർ ഹാലൻഡിന് ഒരവസരം കൂടി നൽകി. എന്നാൽ 2ാമത്തെ സുവർണാവസരവും അയാൾ പാഴാക്കി. ഇക്കുറി വലതുവശത്തേക്കാണ് പന്ത് പാഞ്ഞത്. പേർട്ടസിന്റെ കണക്കുകൂട്ടൽ അവിടെയും പിടച്ചില്ല. അയാൾ വലതുവശത്തേക്ക് പറന്ന് അതിനെ നിഷ്പ്രഭമാക്കി. എന്നാൽ പേർട്ടസിന്റെ കോട്ടക്ക് അൽപായുസേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽ താരങ്ങൾ തന്നെ സ്വന്തം പുരക്ക് തീ കൊടുത്തു. കളിയുടെ 18-ാം മിനിറ്റിൽ അലക്സാണ്ടർ ഷോർലോത്തിന്റെ ക്രോസിനെ കൃത്യമായി വലയിലേക്ക് തിരിച്ച് ഇസ്രായേലി മിഡ്ഫീൽഡർ അനാൻ ഖലീലി അക്കൗണ്ട് തുറന്നു. പന്ത് പാഞ്ഞത് സ്വന്തം പോസ്റ്റിലേക്കായിരുന്നുവെന്ന് മാത്രം. 27-ാം മിനിറ്റിൽ ഹാലൻഡിന്റെ ആദ്യ പ്രഹരം. മൈതാനത്തിന്റെ വലതുവിങ്ങിലൂടെ പന്തുമായി കുതിച്ച ഹാലൻഡ് 4 ഡിഫൻഡർമാരെയും പേർട്ടസിനെയും കാഴ്ചക്കാരാക്കി വലതുടച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ ഇസ്രായേൽ സ്വന്തം നെഞ്ചിൽ അടുത്ത വെടി പൊട്ടിച്ചു. ഇക്കുറി പേർട്ടസിന്റെയും ഡിഫൻഡർ നാഷ്മിയാസിന്റെയും ആശയക്കുഴപ്പമാണ് ഗോളിന് വഴി തുറന്നത്. ഹാലൻഡിന്റെ നീക്കം തടയാൻ ഓടിയെത്തിയ പേർട്ടസ് അടിച്ചു കളയാൻ ശ്രമിച്ച പന്ത് നാഷ്മിയാസിന്റെ ശരീരത്തിൽ കൊണ്ട് വലയിലേക്ക്. 3 മിനിറ്റിൽ ഇസ്രായേൽ കോച്ച് നാഷ്മിയാസിനെ പിൻവലിച്ചു. 10 മിനിറ്റിനിടെ 2 ഔൺ ഗോളുകൾ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നോർവേ 3 ഗോളുകൾക്ക് മുന്നിൽ. 2-ാം പകുതിയിൽ ഹാലൻഡ് നേരത്തെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു. 63-ാം മിനിറ്റിൽ ആന്റോണിയോ നുസയുടെ ക്രോസിനെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ഹാലൻഡ് വലയിലേക്ക് തിരിച്ചു. 10 മിനിറ്റിനുള്ളിൽ അയാൾ ഇസ്രായേലിന്റെ പെട്ടിയിലെ അവസാന ആണി വടിച്ചുറപ്പിച്ചു. ക്ലബ് ജേഴ്സികളും രാജ്യത്തിനുമായി കഴിഞ്ഞ 10 കളികളിൽ ഹാലൻഡ് തുടർച്ചയായി സ്കോർ ചെയ്തിട്ടുണ്ട്. 2 ജേഴ്സികളിലുമായി സീസണിൽ കളിച്ച 12 മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് താരത്തിന് വലകുലിക്കാനാകാതെ പോയത്. ഇസ്രായേലിനെതിരായ ഹാട്രിക്കോടെ നോർവേ ജേഴ്സിയിൽ 50 ഗോളുകൾ എന്ന നേട്ടവും ഹാലൻഡിനെ തേടിയെത്തി. ഫുട്ബോൾ ചരിത്രത്തിൽ ദേശീയ കുപ്പായത്തിൽ ഏറ്റവും വേഗത്തിൽ 50 ഗോളുകൾ തികക്കുന്ന താരമാണ് ഹാലൻഡ്. മറികടന്നത് ഇംഗ്ലീഷ് താരം ഹാരി കെയ്ൻ റെക്കോർഡ്. 46 മത്സരങ്ങളിൽ നിന്നാണ് ഹാലൻഡ് ഈ നേട്ടത്തിലെത്തിയത്. ഇസ്രായേലിനെതിരായ ജയത്തോടെ ലോകകപ്പ് യോഗ്യതക്കരികിലാണ് ഇപ്പോൾ നോർവേ. അടുത്ത മാസം എസ്റ്റോണിയക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ ജയിച്ചാൽ ടീമിന് ടിക്കറ്റ് ഉറപ്പിക്കാം. 27 വർഷത്തിന് ശേഷമാണ് നോർവീജിയൻ സംഘം വിശ്വവേദിയിൽ പന്തട്ടാനൊരുങ്ങുന്നത്. 1998-ലാണ് അവർ അവസാനമായി ഒരു ലോകകപ്പ് കളിച്ചത്. 2000-ൽ അരങ്ങേറിയ യൂറോയ്ക്ക് ശേഷം നോർവേ ഇതുവരെ ഒരു മേജർ ടൂർണമെന്റ് പോലും കളിച്ചിട്ടില്ല. കളിക്ക് മുമ്പ് മൈതാനത്തിന് പുറത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം അരങ്ങേറിയിരുന്നു. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. നിരവധി പേർ അറസ്റ്റിലായി. ഇസ്രായേലിനെ ഫുട്ബോൾ മൈതാനങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് ഇവരൊക്കെ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഫിഫ പുലർത്തുന്ന നിസ്സംഗമായ സമീപനം ഇപ്പോഴും ചോദ്യമണിയിലാണ്. ഏതായാലും നോർവേയുടെ ജയം ഇരട്ടി മധുരമാണ് ഇന്നലെ ആരാധകർക്ക് നൽകിയത്. പലരും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചിട്ടു: നന്ദി ഹാലൻഡ്, ഇസ്രായേലിനെ തോൽപ്പിച്ചതിന്, ഒപ്പം ഫിഫയെയും.